നമസ്കാരം സ്വാമി. സ്വാമിയല്ല മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ. കുറച്ച് വെള്ളം തരുമോ? അല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുവിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഈ നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരന്. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് കൊടുക്കോ? പിന്നെ നല്ല പൊരിഞ്ഞ പിടിമലിയല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളുവെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, വാച്ചുമാൻ കേട്ടതാ കോപിച്ചു, മേനോനെ പൊറുക്കണേ. അല്ല താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജർ ആകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്രാ എക്സെട്രാ. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളുടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാർ. കക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ? അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം. പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ എന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലല്ലേ? മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. ഫോണോടെ വെക്കാൻ. ഫോൺ സാർ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. സൂര്യ ഗ്രൂപ്പിന്നാണ്. വയലന്റ് കേസ് വന്നു. എന്റെ അപ്പൂപ്പനാണോ? അതോ വഴിപോക്കനാ? വഴിപോക്കൻ എന്റെ അമ്മായി. ഒരു ഭ്രാന്തനാ. ഉടനെ കൊല്ലും ഞാൻ. ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുമല്ലേ? എന്നാൽ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് അയക്കും.